السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. നമ്മുടെ ഡെസ്കിൽ ഇന്നലെ തങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഒരു മറ്റൊരാളുടെ വോയിസ് ഇട്ടിട്ട് അവരതിൻ്റെ ആധികാരികത നമ്മോട് ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഡെസ്കിലെത്തിയത്. ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് ഇന്നലെ നമുക്ക് ടൈം കിട്ടിയില്ല. എനിക്കല്ല, നിങ്ങൾക്കാർക്കും ടൈം കിട്ടിയില്ല എന്ന് പറയല്ലേ, അങ്ങനെയല്ലാണ് തന്നെ. ഏതായിരുന്നാലും അത് മാർക്ക് കല്യാണം ഖത്താനിനെ കുറിച്ചുള്ളതായിരുന്നു. സുന്നത്ത് കല്യാണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ചര്യ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. വാസ്തവത്തിൽ അത് ഫർമ് തന്നെയാണ്, യാതൊരു സംശയവും അതിലില്ല. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതുപോലെ തന്നെ ഹദീസ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം നമുക്ക് ഫുഖഹാ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആ വോയിസിന് എന്തോ യഹൂദികളുടെ ചര്യയാണ് എന്ന് പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടു എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. അത് പ്രഭാഷണം എന്തായിരുന്നു എന്നും അത് ഏത് വിഷയത്തിലേക്ക് സൂചിപ്പിച്ചു എന്നും അതിലൊക്കെ ചില മാർഗങ്ങളും രേഖകളും അവരുടെ കൈവശം ഉണ്ടായിരിക്കാം. വാസ്തവത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മസ്അല എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ആ പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ പറഞ്ഞ ആൾ ആരായിരുന്നു, അവരെ കാണണം, അവരെങ്ങനെ പറഞ്ഞൊക്കെ ഒരു ചർച്ച വലിയതിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ അതിനും ഏറ്റവും ഉത്തമം ആ വിഷയം എങ്ങനെയാണ് എന്ന് നമുക്ക് നമ്മുടെ ഫുഖഹാന്റെ വീക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ആധികാരിക ഗ്രന്ഥമാണ് ഫുത്ഹുൽ മുഈൻ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഷാഫി മദ്ഹബിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇപ്പൊ വജബ ഖിതാനുൽ മർഅത്തി വറജുലി എന്നാണ്, പെണ്ണിനും ആണിനും ഖിതാന് വുജൂബാണെന്നാണ്. പിന്നെ ഒരു ഖീലയാണ് പെണ്ണിന് സുന്നത്ത് എന്നുള്ളത്, അതിലിപ്പോ നമ്മൾ ചലിക്കണു. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു ഹൈസനം ന്യൂലത മഖ്തൂനിൻ എന്നാണ്. അതായത് മാർക്ക് കല്യാണം കഴിക്കപ്പെടാത്തവരായിട്ട് അവരെ ജനിച്ചു വീണാൽ. അപ്പൊ അവിടുന്ന് മനസ്സിലാണ്ട് മാർക്ക് കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ജനിച്ചു വീഴും എന്നത് മനസ്സിലായില്ലേ. നമുക്കറിയാലോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഈ വിഷയം പ്രതിപാദിക്കുന്ന സ്ഥലത്ത് ഷറഹിൽ കാണാൻ സാധിക്കും. ഫായിദത്തുൻ എന്നിട്ടിട്ട് നമ്മുടെ ഈ ആനത്തു ത്വാലിബീനിൽ കാണാം. അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ കാണാം റുവിയ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ മഖ്തൂന, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ഖിതാൻ ചെയ്തതായ നിലയിലാണ്. ഏതുപോലെ എന്നും കൂടി അവിടെ പറഞ്ഞു, മറ്റ് 13 പ്രവാചകന്മാരെയും ഖിതാൻ ചെയ്യപ്പെട്ട രീതിയിലാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു, അതിന് പാട്ടൊക്കെ ഉണ്ട്, പാട്ട് ഞാൻ പാടുന്നില്ല അപ്പോൾ. അതിൽപ്പെട്ട ഒരാളാണ് ഒരു പ്രവാചകർ കൂട്ടത്തിൽ ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ പറയപ്പെട്ട പ്രവാചകന്മാരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖിതാൻ ചെയ്തവരായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിന്നെ ഈ ഖിതാനിന് ഉള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ലക്ഷ്യം അതിൽ ഖുർആനിന്റെ ആയത്ത് തന്നെയാണ്. എന്താണ് അതിന് പറഞ്ഞത്? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ കാണാം ഖിതാന വുജൂബാണ് എന്നതിന്റെ ലക്ഷ്യം എന്താണ്? അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റാൻ നമ്മോട് പിൻപറ്റാൻ വേണ്ടി കൽപ്പനയുണ്ട്. പ്രവാചകനോടാണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞ കൽപ്പന ഖിതാബ് ഭൂമി ലോകത്ത് വന്ന ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മുഴുവനും അത് ബാധകവുമാണ്. അപ്പൊ അവിടെ കാണാം അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. അതായത് ആ വഹയ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതിന്റെ താല്പര്യം ഇതാണെന്ന് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബുജൈരിമി വളരെ വ്യക്തമായിട്ട് ഒരുപാട് പേജുകളോളം വിശദീകരിക്കുന്നുണ്ട്. ബുജൈരിമിയിൽ നോക്കിയാൽ കാണാം. അവിടെ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ ഇപ്പോൾ വെച്ചത്. അപ്പോൾ മില്ലത്ത് ഇബ്രാഹിം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആ മില്ലത്തിൽ പെട്ടതാണ് അൽ ഖിതാൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിതാൻ നടന്നത് എപ്പോഴാണ്? അത് നോക്കിയാൽ ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ കാണുന്നു. അതായത് ഏറ്റവും വലിയ അഭിപ്രായം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിതാൻ ചെയ്തത് 80 വയസ്സായപ്പോൾ എന്നാണ്. 80 വയസ്സായ സമയത്താണ്. വഹുവ ഇബ്നു സമാനീന സന എന്നാണ്. 80 വയസ്സ് പ്രായമായപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ കാര്യം പറഞ്ഞത്.
അപ്പോൾ എല്ലാ പരീക്ഷണങ്ങൾക്കും വിധേയമായ അതിനെ പരിപൂർണതയിലെത്തിയപ്പോൾ സൂറത്തുൽ ബഖറയിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ വലിയ മേഖലയിലേക്ക് അള്ളാഹു ഉയർത്തി. അപ്പോഴാണ് ഈ കൽപ്പന വരുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ വലിയ ഒരു ഒരു കത്തി, ഒരു മടുവാള്, ഒരു വാള് എന്ന് തന്നെ പറയുന്നത്, വലിയ ഒരു വടുവാൾ എടുത്തിട്ട് ഇബ്രാഹിം നബി സ്വന്തം അങ്ങ് ചെയ്തു. നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടത്. അപ്പൊ ആ പാരമ്പര്യം തന്നെയാണ് നമുക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അത് പിൻപറ്റാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് അടിസ്ഥാനമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് എപ്പോൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അതായത് പ്രവാചക ചര്യയാണ്. നമുക്കറിയാം ലഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതന അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, പ്രിയപ്പെട്ട പ്രവാചകന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ മാർക്ക് കല്യാണം കഴിച്ച് യൗമ സാബിഅഹിമ, അവർ രണ്ടാൾക്കും ഏഴാമത്തെ ദിവസമാണ്. അതേ സമയത്ത് വയുക്റഹു ഖബല സാബിഇ, അപ്പോൾ ഈ മാർക്ക് കല്യാണം കഴിക്കലിന്റെ സുന്നത്ത് ചര്യ പ്രവാചകൻ കാണിച്ചു തന്നത് എപ്പോഴാണ്? ഹസൻ ഹുസൈനാർ എന്നവരുടെ ആ മാർക്ക് കല്യാണം കഴിച്ചതിലൂടെ 7-ന്റെ അന്ന്, പ്രസവിച്ച് 7-ന്റെ അന്നാണല്ലോ പേര് വിളിക്കേണ്ടത്, അന്നാണല്ലോ മുടി കളയേണ്ടത്, അന്നാണല്ലോ അക്കീഖത്ത് അറുക്കൽ സുന്നത്തുള്ളത്. അന്ന് തന്നെയാണ് ഖിതാനും സുന്നത്തുള്ളത്. അതിന്റെ മുമ്പ് കറാഹത്താണ് എന്ന് മാത്രം, അതിന്റെ മുമ്പ് കറാഹത്തുണ്ടെന്ന് മാത്രം. അപ്പൊ അതിന്റെ മുമ്പ് ചെയ്യാമെന്ന് കിട്ടി, കറാഹത്തുണ്ട് എന്ന് മാത്രം, സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അപ്പൊ പ്രസവിച്ച ഉടനെ ചെയ്യാമെന്നാണ്. അപ്പൊ ഏതോ ഒരു വിഷയം യഹൂദികൾ ആരോ ചെയ്തു എന്നതിന്റെ പേരിൽ അതൊന്നും നമുക്ക് ചെയ്യണ്ട എന്നുള്ള ആശയമൊന്നുമില്ല. നമ്മുടെ ആശയം അവരെടുത്തതായിരിക്കാം, അത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ. വാസ്തവത്തിൽ ഇതിന്റെ ഫിഖ്ഹിയായ മസ്അല ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതും ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. പ്രവാചകൻ ചെയ്ത ചര്യ ഇങ്ങനെയാണ്, 7-ന്റെ അന്നാണ്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് സുന്നത്തുമുള്ളത്. അത് തന്നെ അവിടെ തന്നെ ഒരു വിശദീകരണമുണ്ട്. ഈ 7-ന്റെ അന്ന് തന്നെ ആ കുട്ടിയുടെ ആരോഗ്യനില പരിപൂർണമാണ് എങ്കിൽ, അതായത് ഇതിന് പറ്റുന്ന സാഹചര്യമാണ്, മറ്റെന്തെങ്കിലും രോഗങ്ങളെ കൊണ്ടോ മറ്റോ കുട്ടി അവശതയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടതും ഇല്ല. അപ്പോ 7-ന്റെ അന്നാണ്. അപ്പൊ ആ 7 എന്ന് പറഞ്ഞിടത്ത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് വലാ യുഹ്സബു മിന സബഅതി യൗമു വിലാദതിഹി, ശ്രദ്ധിക്കണം. അതായത് ആ പ്രസവിച്ച അന്നത്തെ ദിവസം അതിൽ കൂട്ടുകയില്ല. അപ്പൊ നമ്മുടെ സാധാരണ എണ്ണത്തിൽ 8-ാമത്തെ ദിവസമായിരിക്കും. ആ പ്രസവിച്ച അന്നത്തെ ദിവസം കണക്ക് കൂട്ടുകയില്ല. അപ്പൊ അത് ഒഴിച്ചിട്ടുള്ള 7 എന്നാണ്. പ്രസവം കഴിഞ്ഞ ദിവസത്തിന്റെ അവിടുന്ന് ആ ദിവസം, അന്നത്തെ ദിവസം 24 മണിക്കൂർ ഒഴിവാക്കിയിട്ട് അവിടുന്ന് ഇപ്പുറത്തേക്കുള്ള ദിവസവും കണക്കൂട്ടുമ്പോൾ കിട്ടുന്ന ദിവസത്തിന്റെ 7, ആ 7-ന്റെ അന്നാണ് ചെയ്യേണ്ടത്. വളരെ വ്യക്തമാണ് മസല. അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ യൗമു സാബിയിലാണ് അതിന്റെ സുന്നത്ത്. അത് മാത്രവുമല്ല, ഉളരി പെട്ടെന്ന് ചെയ്യൽ നമുക്ക് സുന്നത്തും കൂടിയാണ്. കാരണം 7-ന്റെ അന്ന് ചെയ്യണം. അതില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത് അതും നമുക്ക് ഫിഖ് വളരെ വ്യക്തമായിട്ട് പാഠം നൽകിയിട്ടുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ഫഫിൽ അർബഈൻ 40-ന്റെ അന്നാണ്. അപ്പൊ 40-ന്റെ അന്ന്, 7-ന്റെ അന്ന് ചെയ്തിട്ടെങ്കിൽ 40-ന്റെ അന്ന്. ഇതൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ 7-ന്റെ അന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മൗലൂദൊക്കെ കഴിച്ച് ദുആ ചെയ്യുന്നത്. പിന്നെ 40-ന്റെ അന്ന് കഴിപ്പിക്കുന്നതൊക്കെ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതതിന്റെ ലക്ഷ്യമല്ല, ഞാൻ അതിന്റെ കൂടെ അതിന് പിടികൂടേണ്ടതില്ല. പക്ഷെ 40-ന് കുറെ ലക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ 40-ന്റെ അന്ന് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യണം? അപ്പൊ 7-ാമത്തെ വയസ്സിൽ എന്നാണ് പിന്നെ പറയുന്നത്. 7-ാമത്തെ വയസ്സ്, അതിന്റെ മുമ്പ് ചെയ്യാം, പിന്നെ 7-ാമത്തെ വയസ്സാണ്. കാരണം 7-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടേണ്ടുന്ന ടൈം ആയതുകൊണ്ട് അപ്പോഴാണ് ചെയ്യേണ്ടത്. ഇനി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാള് കല്യാണം കഴിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള മസല എന്താണ്? മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഖിതാൻ നടത്തേണ്ടത് ഇല്ല എന്ന് തന്നെയാണ് ഫിഖഹിന്റെ നമ്മളെ മസല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെയോ അതിന്റെ ചെലവാര് വഹിക്കണം, ഇങ്ങനെയുള്ള മസാലകളൊക്കെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ വിഷയം ഇത് മാത്രമാണ്. അപ്പോ പ്രവാചക ചര്യ എന്തായിരുന്നു? 7-ന്റെ അന്നായിരുന്നു എന്നും ഇത് ചെയ്യാനുള്ള അടിസ്ഥാന ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകി. അത് പ്രവാചകനോട് അനിത്തബിയുല്ലത ഇബ്രാഹിമ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് മർഖല്യാണം കഴിക്കാതെയാണ് എങ്കിൽ അതിന്റെ 7-ന്റെ അന്നാണ് സുന്നത്തി എന്നും അതിന്റെ മുമ്പ് കഴിക്കുന്നതിന് കറാഹത്തുണ്ട് എന്നുമാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. ഇനി ആ 7-ന്റെ അന്ന് തന്നെ ഖൽഖിയായ സൃഷ്ടിപ്പ് മുഖേനയുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് എതിരില്ല എന്നാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇതാണ് ആധികാരികത. ഇത് നമ്മൾ പറയുന്നതല്ല, കേരളക്കരയിൽ ഇസ്ലാമിക പ്രബോധന രീതിയിലേക്ക് വന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്നെ പറഞ്ഞ ഫത്ഹുൽ മുഈനിന്റെ വിശദീകരണമാണ്. അപ്പൊ നമുക്ക് ഫത്ഹുൽ മുഈനിലെ അടിസ്ഥാനം തന്നെയാണ് എടുക്കേണ്ടതും പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. ഞാൻ പ്രഭാഷണങ്ങളിലാണെങ്കിലും മറ്റതാണ് അത് തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റ് എവിടെയെങ്കിലും കിതാബിന്റെ റെഫറലുകൾ ചെയ്യുമ്പോൾ വല്ല വക്കീലോ എവിടെയെങ്കിലുമൊക്കെ ചില അഭിപ്രായങ്ങൾ കാണും. ആ അഭിപ്രായങ്ങളും ജനമധ്യേ എടുത്തുകൊണ്ട് പറയേണ്ടുന്ന മസ്അലയോ ഫത്വയോ, അത് ഫത്വയെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഫത്വക്ക് കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ മുഫ്തി ബിരുദം പഠിക്കാനും ഒക്കെ കുറെ വസ്തുതകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോഴേ അത് പറയാനുള്ള
ആ ഒരു വഴി ഉണ്ടാവുന്നത്. നമ്മൾ കാണുന്ന റെഫർ ചെയ്യുന്ന വിഷയങ്ങൾ മുഴുവനും സമൂഹ മധ്യ പറഞ്ഞു കൊടുക്കേണ്ടുന്ന മസലകളാവില്ല. അതിൽ നിന്ന് കടഞ്ഞു തെളിയിക്കപ്പെട്ട് അതിന്റെ ആധികാരികതയും അതിന്റെ ബേസിക്കും ഒക്കെ അടിസ്ഥാനവും ഒക്കെ നോക്കിയിട്ട് അതിന്റെ ദലീലുകളൊക്കെ നോക്കിയിട്ട് ഉള്ള വിഷയമാണ് ഫുഖഹ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നമുക്ക് ആധികാരികമായി എടുക്കാൻ പറ്റുന്നത് ഫത്ഹുൽ മീനാണ്. നമുക്കറിയാം മഹാനായ ഖുതുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സമസ്തയുടെ സ്ഥാപക നേതാവ്. മഹാനവർ എവിടെ പോകുന്ന സമയത്തും മഹാനവരുടെ കയ്യിൽ ഒരു കീശയിൽ ഒരു കിതാബ് ഉണ്ടായിരുന്നതാണ്. അത് ഏതായിരുന്നു? ഫത്ഹുൽ മഈൻ ആയിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. മഹഞ്ഞുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ സദഖത്തുൽ മുസ്ലിയാർ, മഹാനായ ശംസുൽ പോലുള്ളവരൊക്കെ ഫത്ഹ് കൊടുക്കാൻ എപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടുന്ന കിതാബ് ഫത്ഹുൽ മഈൻ. എന്തുകൊണ്ട്? അതിൽ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും വളരെ വ്യക്തമായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഏത് വിഷയം ചോദിച്ചാലും കാണാൻ സാധിക്കും. ഇപ്പൊ മൗലൂദിനെ കുറിച്ച് എന്താണ് വിഷയം? വളരെ വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ആധികാരികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വിഷയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൽമിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ മുതാല ചെയ്യാനും അതിന്റെ തഹ്ഖീഖായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രബോധനം ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.